നമസ്കാരം സാറേ. നമസ്കാരം ഹലോ, നമസ്കാരം. ബാബുവാ. ആ ഞാൻ പറഞ്ഞു സാറേ. അഡ്വക്കേറ്റ് മനുവാ, പത്തനംതിട്ട. ആ സാറ് എനിക്കൊരു രജിസ്റ്റേർഡ് കവർ അയച്ചു. അതിനകത്ത് 5-6 പേപ്പർ മാത്രമേ ഉള്ളായിരുന്നു. അത് എന്തുവാ അയച്ചു? 5-6 പേപ്പർ കവർ വെച്ച് സാറ്. 5-6 പേപ്പറോ? എനിക്ക് ഇന്ന് രജിസ്റ്റേർഡ് കവർ കിട്ടി. അത് പൊട്ടിച്ചു അങ്ങനെ 6 പേപ്പർ, ബ്ലാങ്ക് പേപ്പർ. ഒന്നുമില്ല. അയ്യോ, അതെന്ത് വെച്ച് എന്താ സംഭവം? അത് ഒരു വക്കീൽ നോട്ടീസ് അയച്ചതാ, രാജേഷ് കെ രവി എന്ന് പറഞ്ഞ വക്കീലിന് വേണ്ടി. പക്ഷെ അതിനകത്ത് ഇതൊന്നുമില്ല, എനിക്ക് കണ്ടന്റ് ഒന്നുമില്ല. വെറും 6 പേപ്പർ മാത്രമേ ഉള്ളൂ. സാറ് തന്നെയാണോ അയച്ചേ? അത് വലിയ തമാശ. ഞാനെല്ലാം തയ്യാറാക്കി കൊടുത്തതാണ്. എന്നിട്ട് അത് ഗുമ്മസ്തന് എല്ലാം തെറ്റിപ്പോയത് വല്ലതും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കവർ മാറിപ്പോയത് വല്ലതും ആയിരിക്കും. എനിക്ക് 6 പേപ്പറേ ഉള്ളൂ. 6 പേപ്പർ. ആണോ? എന്തോ നിങ്ങൾ തമ്മിലുള്ള വിഷയം? വേറെ പണിയൊന്നുമില്ല. എനിക്കത് വിഷയമില്ല. അയാൾ ആ വിഷയക്കാരൻ. അയാളല്ലേ ഇപ്പം എന്നെ ഡിഫാമേഷൻ ഒക്കെ ഇത് ചെയ്യാൻ പറ്റുന്നത്. അയാൾ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് നടക്കുക. കേസ് കൊടുക്ക അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ എങ്ങനെയാ? അതൊക്കെ നിങ്ങളും ആലോചിക്കണം. നിങ്ങൾ കിട്ടി പറഞ്ഞാൽ നിങ്ങളിതാ ഇത് എനിക്കെതിരെയുള്ള നോട്ടീസാണോ? നോട്ടീസ് പോലാണോ അയച്ചത്? അതെ. പക്ഷെ അതിനകത്ത് ഈ പേപ്പർ മാത്രം വെച്ചതിനാ? പേപ്പർ മാത്രം തെറ്റിപ്പോയതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വഴിയില്ലല്ലോ. വഴിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു സാധനം ഇവിടെ ഞാൻ 6 പേപ്പർ ബ്ലാങ്ക് പേപ്പർ. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല സാറിനെ. ഞാൻ ഓർക്കുന്നില്ല. ഇല്ല. ഫാമിലി കോടതി തിരുവല്ല വരാറുണ്ടോ? ഇല്ല, ഞാൻ വലിയ ഒരിടത്തും പോകാറുണ്ട്. ഇല്ലേ? അത് ശരി. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പോസ്റ്റൊക്കെ ഞാൻ കാണാറൊക്കെ ഉണ്ട് വല്ലപ്പോഴൊക്കെ. എന്തായാലും സാറിന്റെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് ബ്ലാങ്ക് പേപ്പർ വെച്ച് അയച്ചു തന്നിട്ടുണ്ട്. ആണോ? ഞാൻ സാറിന് അയച്ചു തന്നിട്ടുണ്ട് ഒരു വീഡിയോ. ഇങ്ങനൊക്കെ എടുത്തിട്ട് ഈ വക്കീലന്മാർ തമ്മിൽ ഇങ്ങനെ കാണിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടുണ്ട്. സാറിന് അയച്ചിട്ടുണ്ട്. ആണോ? ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കേട്ടിട്ടുണ്ട്. എന്തോ ഇത് ഇങ്ങനെ എനിക്ക് ബ്ലാങ്ക് പേപ്പർ വെച്ച് രജിസ്റ്റേർഡ് കവർ അയച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഞാനിനി ഡിഫാമേഷൻ കേസ് കൊടുക്കേണ്ടി വരുമോ? സാറെന്തിനാ കൊടുക്കുന്നത്? സാറ് ചെയ്യുമ്പോ ഇപ്പൊ ഈ ഫ്രോഡ് വരെ കാണിച്ചു. കാരണം വെച്ചാൽ ബാങ്ക് പേപ്പറിനകത്ത് ബാങ്ക് പേപ്പറായിട്ട് ഞാൻ ഒരിക്കലും അയച്ചിട്ടില്ല മോശം. നിങ്ങൾ അങ്ങനെ തന്നെ അയച്ചത്. എനിക്ക് കിട്ടിയതാ. എന്നാ പിന്നെ ഇടയ്ക്ക് വല്ല മായാവി വല്ലതും പിടിച്ചു കാണും. അതെ. എന്തായാലും സാറ് എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ എനിക്കിത് എന്തോന്ന് മനസ്സിലായില്ല ആദ്യം. അന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ മനസ്സിലായി ഏതോ ഫ്രോഡ് പരിപാടിയാ. നമുക്ക് നോട്ടീസ് അയച്ചു വരുത്തുക, നമ്മളെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യത്തില്ല. തെറ്റിപ്പോയതായിരിക്കും. അത് ഞാൻ ഗുമസ്തനോട് ചോദിക്കട്ടെ, എന്താ പറ്റി? അവനെന്നെ കവർ വല്ലതും മാറിപ്പോയതോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണ്, ഞാനെല്ലാം എഴുതി ഒപ്പിട്ട് അയച്ചതാണ് മാറ്റർ. പിന്നെ എനിക്ക് കിട്ടുള്ളൂ. ആണോ? ശരി. സാറേ. സാറേ, ഞാൻ നോട്ടീസ് കറക്റ്റ് ആയിട്ടാ സാറേ ഇട്ടത്. എനിക്ക് പിന്നെ കിട്ടില്ല സാറേ. എനിക്ക് ഞാൻ വേണമെങ്കിൽ സാറിന് അതങ്ങോട്ട് എന്റെ ഫയലിൽ ഇരിക്കുന്ന കോപ്പി ഞാൻ അങ്ങോട്ട് സാറിന് വെച്ച് ചെയ്ത് തരാം. ഞാനങ്ങനെ ചെയ്യത്തില്ല. ഞാൻ ആദ്യം വിചാരിച്ചു എന്റെ ഗുമസ്തൻ വല്ലതും തെറ്റിപ്പോയെന്ന് കണ്ട് ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു. കാരണം സാധാരണ സാധാരണ ഒരു നോട്ടീസ് അയക്കുമ്പോഴേ, പണ്ടൊക്കെ നോട്ടീസ് അയക്കുമ്പോ അതിന്റെ കണ്ടന്റിന്റെ പുറത്ത് അഡ്രസ് എഴുതി അയക്കുന്നേ. സാറേ വേറെ കാര്യമുണ്ട്. ഈ മേഖലയൊക്കെ എനിക്കറിയാം സാറേ. ഇത് എനിക്ക് നോട്ടീസ് കിട്ടിയെന്ന് പരിചയം വേണം. അങ്ങനെയൊന്നും അല്ല. അല്ലെ പിന്നെ രണ്ടാമത് വീണ്ടും ഒരു നോട്ടീസ് അങ്ങോട്ട് അയച്ചാൽ പോരെ? അങ്ങനെയൊന്നും അല്ല. അങ്ങനെ സാറല്ലെങ്കിൽ മിണ്ടായിരുന്ന പോരെ? സാർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പറയുകയാണ്. ഞാനങ്ങനെ നമ്മൾ തന്നെ അഭിഭാഷകർ തമ്മിൽ ഇങ്ങനെ വേണോ? ഒരു നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ അസത്യം പറയുന്നതിനാ സാറേ? അസത്യമൊന്നും പറഞ്ഞില്ല സാറേ. സാറ് ചെയ്ത കാര്യം മാത്രമേ പറഞ്ഞു. സാറ് ചുമ്മാതെ അങ്ങനെ പറയില്ല സാറേ. അങ്ങനെ പറയില്ല. കാരണം ഞാനൊരു നോട്ടീസ് കറക്റ്റായിട്ട് എഴുതി
സാറിന് ഇട്ട് സാറ് മറുപടി നോട്ടീസ് അയക്കും, അത് സാറിന്റെ ഓ കാര്യം. അല്ലല്ല ഞാൻ സാറ് ഒരിക്കലും അങ്ങനെ സാറ് ചെയ്യത്തില്ല. നോട്ടീസ് അല്ലാതെ പേപ്പർ ഇല്ല ഇല്ല ഞാൻ ചെയ്യത്തില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല ചെയ്തിട്ടുമില്ല. സാറ് നോട്ടീസ് സാറ് നോട്ടീസ് അല്ല സാറ് ബ്ലാങ്ക് പേപ്പർ ഇട്ട് അയച്ചു. സാറേ അങ്ങനെ എന്തുവാ സാറേ ചെയ്യുന്നത്? അതുകൊണ്ടൊരു ഉദ്ദേശം എന്തുവാ? ഞാൻ നോട്ടീസ് എനിക്ക് ലഭിച്ചു, ഞാൻ മറുപടി തന്നില്ലെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ അപ്പൊ തന്നെ മറുപടി അയക്കുന്നു സാറിന്. സാറേ അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു നോട്ടീസ് അയച്ചത് ഞാൻ കറക്റ്റായിട്ട് അയച്ചത്. പിന്നെ മറ്റേതുപോലെ ഇപ്പൊ സോഷ്യൽ സ്മോൾ അടിച്ചോണ്ടിരിക്കുമ്പോഴല്ലായിരിക്കും ഞാൻ അങ്ങനെ സ്മോൾ അടിക്കത്തൊന്നുമില്ല. അങ്ങനെ സ്മോൾ അടിക്കുന്നത് പിന്നെ സാറ് ഭയങ്കര വെള്ളമാണെന്ന് എല്ലാവരും പറഞ്ഞു. സാറേ ഇങ്ങനൊന്നും സംസാരിക്കാതെ സാറേ. അല്ല ഉള്ളവരെ ആരാ പറഞ്ഞത് സാറ്? ഞാൻ അത് ഇതൊക്കെ ഒരുമാതിരി ഈ സംസാരങ്ങൾ തന്നെ ഒരുമാതിരി അമാന്യമാണ് അല്ലയോ? അങ്ങനെയൊന്നും പറയാതെ ഞാൻ സാർ അങ്ങനെയൊന്നും പറയാതെ സാറേ. ഞാൻ വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ മാന്യതയുടെ അതിർതരമ്പ് ലംഘിച്ചാണ് താങ്കൾ ഇപ്പൊ സംസാരിക്കുന്നത്. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല സാറേ. ഇനി അതിന് പറയാം അണ്ടർ അയക്കാൻ കാര്യമാണ് സാർ. എന്താ പേപ്പറിന് പകരം അണ്ടർ ചുരുട്ടി അയക്കാൻ കാര്യമാണ്. നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമാണ് കേട്ടോ. അന്തസ്സ് പാലിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുക. അതൊക്കെ എന്റെ വായിൽ ഇതൊന്നും വരത്തില്ല. ഞാൻ ഒരു മനുഷ്യരോട് പോലും ഞാൻ മാന്യതയുടെ അതിർവരമ്പ് ലംഘിച്ച് ഞാൻ സംസാരിക്കാറില്ല. പലരെയും കളിപ്പിച്ചു പറയുന്നത്. അത് ശരി. എനിക്കറിയത്തില്ല സാറ് പക്ഷെ ബ്ലാങ്ക് പേപ്പർ ഇട്ട് അയച്ചത്. സാറ് ദൈവാതരമായി ജട്ടി അയക്കാൻ എനിക്ക് ജട്ടി അയച്ചാൽ നല്ലതായിരുന്നു. എനിക്കൊരു ജട്ടിയുടെ കുറവുണ്ടായിരുന്നു. സാറ് ജട്ടി അയച്ചാൽ നന്നായിരുന്നു. എനിക്കൊരു ജട്ടിയുടെ കുറവുണ്ടായിരുന്നു. ഇങ്ങനൊക്കെ എന്താ സംസാരിക്കുന്നത്? ഇതിനൊക്കെ എന്താ മറുപടി പറയുന്നത് സാറേ? ഇതിനൊക്കെ എന്താ മറുപടി പറയുന്നത്? സാർ അങ്ങനല്ല സാർ ഇതൊക്കെയാണോ മറുപടി? ഇതൊക്കെയാണോ മറുപടി? ഇങ്ങനെയൊക്കെയാണോ ഒരു അഭിഭാഷകൻ സംസാരിക്കുന്നത്? അല്ല സാർ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇതെന്തുവാ ഇത്? സാർ ഒരു രജിസ്റ്റേർഡ് കവറ് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ പ്രൊലോങ് ചെയ്യുന്ന, അല്ലെങ്കിൽ തന്നെ ഈ ചർച്ച പോലും നടത്തിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് അയച്ചു. നോട്ടീസ് തന്നെ അയച്ചത് മനസ്സിലായോ? കൂടുതലായിട്ടിന് നമ്മൾ തമ്മിൽ സംസാരിച്ച് വെറുതെ പ്രൊലോങ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും മോശമായിപ്പോയി ഇത് കേട്ടോ. എന്ത് മോശം? സാറ് പിന്നെ പേപ്പർ ഡ്യൂട്ടി ഇങ്ങനൊന്നും അല്ല. ഞാൻ വക്കീലായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾ തന്നെ 23 വർഷമായിട്ട്. പക്ഷെ വേറൊരു കാര്യമാണ്, ഇങ്ങനെ ഈ മതത്തിലല്ല, ഈ വിധത്തിൽ ഞാൻ ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. എനിക്ക് മനസ്സിലായില്ല. ഇതിന്റെ പുതിയൊരു അനുഭവമാണ്. എനിക്ക് ആദ്യത്തെ അനുഭവം ഒരു വക്കീല് പേപ്പർ മടക്കി വെച്ചായിരുന്നു. പേപ്പറൊന്നും അത് സാറിന്റെ വേർഷൻ ആയിരിക്കാം. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. നോട്ടീസ് അയച്ചു. ഒരാൾ ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു നോട്ടീസ് അയച്ചു. ഞാൻ അയച്ച നോട്ടീസിന്റെ കോപ്പി ആണെങ്കിൽ സാറിന് നമുക്ക് ഇപ്പൊ അയച്ചു. നമ്മൾ ഇങ്ങനൊന്നും സംസാരിക്കേണ്ട വിഷയങ്ങളില്ല. കാരണം ഒരു അമാന്യതയുടെ കാര്യമാണ് സാറ് സംസാരിക്കുന്നത്. ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. സാറ് എന്തുവാ ചാര മേടിച്ചിട്ട് എങ്ങനെ അയച്ചതാ?
സാറ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. സാറ് സാറ് ഈ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, പക്ഷെ അല്ലാതെ മടിക്കുന്നവരെ ഉണർത്താൻ പറ്റത്തില്ലല്ലോ. അതായത് തിങ്, അതേ ഉള്ളത്തെ കാര്യം. ഞാൻ മനസ്സിലാക്കി. ശരി സാറേ, താങ്ക് യു. സാറ് ഭയങ്കര പോലീസാട്ടോ. സാറ് ഭയങ്കര പോലീസാ, കാഞ്ഞ പുള്ളിയാ സാറ്. ഞാൻ കാഞ്ഞില്ലൊന്നുമല്ല, ഞാനൊരു ബുദ്ധി വൈഭവം ഭയങ്കര. എന്നാ ആ ബുദ്ധി വൈഭവം നോട്ടീസ് പേപ്പർ അങ്ങനെയൊന്നുമില്ല. ഞാൻ കറക്റ്റ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. എല്ലാം നോട്ടീസ് കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചേക്കുന്നു കേട്ടോ. ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു. വെച്ചോട്ടെ. വെച്ചോ. ഓക്കെ.